ഈ വീഡിയോ കണ്ടിട്ട് പറയട്ടെ, ഇത് മലപ്പുറത്തിലാണ് ഈ നിലച്ചൊരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായിരിക്കുന്നത്. ഇത് വയനാട്ടിലും ഉണ്ടായിരിക്കുന്നു, പിന്നെ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലും ഉണ്ടായിരിക്കുന്നത്. പമ്പ ആൻഡ് ശബരിമല സന്നിധാനത്തിലാണ് അവിടെയും ഉണ്ടായിരിക്കുകയാണ്. പമ്പയിലെ വെള്ളം കൂടുതൽ വരുമ്പോൾ അവിടെ ഇരിക്കുന്ന എല്ലാം ഇത് 8 വർഷം 15 വർഷം മുൻപിരുന്നു പമ്പയിൽ നിറയെ ലാൻഡ് സ്ലൈഡിങ് നിലച്ചരിവ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒക്കെ റീസൺ മാത്രമാണ് അല്ലേ. എവിടെ കട്ടുമണങ്ങൾ ഒഴിവാക്കണതും അവർ മരങ്ങൾ കൊണ്ടു കളയുന്നു, മരങ്ങൾ സത്തു പോகிறതും, പിറகு ഇല്ലീഗൽ കട്ടിങ് ഉണ്ടായിരിക്കുന്നത്, ന്യൂ ബിൽഡിങ് ഉണ്ടാക്കിയത്. ഇപ്പം വയനാടിലെ വന്നു കേവ് ഉണ്ടാക്കാനോ നിറയെ മരങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. വാട്ടർ ഫ്ലോ ഇരിക്കുന്നുള്ളൂ, വാട്ടർ ഫ്ലോ ഇയற்கைയായിട്ടാണോ അത് നാച്ചുറലി ഫ്ലോ ആയി റിവർക്ക് പോകാനൊക്കെ പാതയെല്ലാം അടപ്പെട്ട് പോയിരിക്കുന്നു. അതേക്കുറിച്ചും മരങ്ങളില്ലാതെ പോകുന്നതാണ് സായൽ ഒന്നും ലൂസായിരുന്നു. അതാണ് വാട്ടർ കൂടുതൽ വാട്ടറാണോ ക്ലൗഡ് ബസ്റ്റ് ഉണ്ടാകണം, മേഘവടിപ്പ് ഉണ്ടായിരിക്കണം. ആ സമയത്താണ് ഇതുപോലെയാണ് ലാൻഡ് സ്ലൈഡ് ഉണ്ടാകും. നാലിന് കൂടുതലാകുമ്പോൾ ഇതുകുറിച്ച് ഒരു ആയ്വില്ലാതെ, ഒരു സയൻറ്റിഫിക് റിസർച്ച് ഇല്ലാതെ ഇങ്ങനെ കൂടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ നാളെ ഇന്നും കൂടുതലാകും. വയനാട്ടിലെ ലാസ്റ്റ് റെയിനിൽ ഒരു വില്ലേജ് ഇല്ലാതായിപ്പോയി അല്ലേ. അങ്ങനെ വരാതിരിക്കുകയാണ് ഏത് ചെയ്യണമെന്ന് ആലോചിക്കണം. കേരള ഗവൺമെൻറ് ഇതുകുറിച്ചാണോ കേരള രാജ്യം ഇതുകുറിച്ചാണോ ചോദിക്കണം, ആലോചിക്കണം. പിന്നെ നാളെ വരാതിരിക്കണം. കൂടുതൽ റെയിൻ വരുമ്പോൾ ആ റെയിൻ പോകാനൊക്കെ ശരിയാണ് പാത കാണിച്ച് അത് പോയി റിവറിൽ കളക്കാനാണ് പാത കൂട്ടണം. ഇത് ഏതും ചെയ്യാതിട്ട് ഇപ്പോൾ വയനാട് വന്നു, അവരെ പമ്പ വന്നു, ഇപ്പം നമ്മൾ മലപ്പുറത്തിലും വന്നായിരിക്കുന്നത്. ഇതിനെ വേടിക്ക് പാത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ എവറി ഇയർ ഇതുപോലെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വേടിക്ക് മാത്രം പാക്കാനാണ് രാജ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അവിടെ ഏത് പണിയുണ്ടോ ഇവിടെ പ്രിവെൻഷൻ മെഷേഴ്സ് ഏതാണ് ഉണ്ടായിരിക്കുന്നത്. അവിടെ പബ്ലിക്കോട് അസറ്റ്സ് പോകാറുണ്ട്, പബ്ലിക്കോട് ലൈവ്സ് ഗുഡ് പോകാറുണ്ട്, ഒരു ഗ്രാമം ഒരു വില്ലേജ് കാണാமல் പോകാറുണ്ട്, ഡയറക്ഷൻസ് ഓഫ് ദി റിവർ ചേഞ്ച് ആറുന്നുണ്ട്. ഏത് നടക്കാനുണ്ട് രാജ്യത്ത് തന്നെ വേടിക്ക് പാക്കാനും നാഷണൽ ഫ്ലാഗ് കെട്ടിന കൊടിയിൽ പോകാറൊക്കെയാണ് രാജ്യക്കാർ അവിടെ നിന്നൊക്കെയാണ് ചീഫ് മിനിസ്റ്റർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒരു ഗവൺമെൻറ് ഏത് ചെയ്തെന്ന് അവിടെയാണ് ഇല്ലതും. കേരളത്തിൽ മുഴുക്കം പമ്പയിലെ ലാൻഡ് സ്ലൈഡിങ് ഉണ്ടായിരുന്നു, മലപ്പുറത്തിലും ഉണ്ടായിരിക്കുന്നു, അതുകൊണ്ട് വയനാട്ടിലും ഉണ്ടായിരിക്കുന്നു. പിന്നെ കണ്ണൂർ കുറിച്ച് ഇതും അറിയില്ല എങ്ങനെ എത്ര പ്രശ്നം ഉണ്ടായിരിക്കുന്നതെന്ന്. പിറகு ഇവിടെ இன்னும் ബാർഡറിൽ തമിഴ്നാട് കേരള ബാർഡറിൽ എന്നുള്ള വണ്ടിപ്പെരിയാറാണ്. ആ സൈഡിൽ നിന്ന് നാളെ എപ്പോൾ വരുന്നു ആർക്കും അറിയില്ല. ഏത് നടക്കുന്നുണ്ടോ ഒന്ന് നോക്കണമല്ലേ. മഴ കൂടുതലായി വരുന്നുണ്ട്, ക്ലൗഡ് ബസ്റ്റ് ഉണ്ടായിരിക്കുന്നു, കൂടുതൽ റെയിൻ വരുന്നുണ്ട്, ടൈമിംഗ് മിസ്സായനോ മാൻസൂൺ സെറ്റ് ആവാറുണ്ട്. എന്നാൽ അതിൽ കൂടുതൽ റെയിൻ കിട്ടുന്ന വാങ്ങുന്ന ഒരു ഏരിയയിൽ എടുക്കുന്ന രാജ്യക്കാരർ ഏത് ചെയ്യണമെന്നത് അറിയില്ലല്ലോ. നാളെ മരങ്ങളെ വെട്ടാതിരിക്കണം, പുതിയ മരങ്ങളെ ഉണ്ടാക്കാനും, ലാൻഡ് ഗ്രാബ് പണി പിടിക്കണമെന്ന പുൾ വകയെല്ലാം ഉണ്ടാക്കാറുണ്ട്. പ്രോപ്പർ വാട്ടർ വേ ഉണ്ടാക്കുന്ന സയൻറ്റിഫിക് റിസർച്ച് ഉണ്ടാക്കണം. ഇത്ര സയൻറ്റിഫിക് അഡ്വാൻറ്റേജ് ഉണ്ടാക്കുന്ന പിന്നും ഇതുപോലെ തന്നെ ലാൻഡ് സ്ലൈഡിങ് ഉണ്ടായിരുന്ന മക്കളുടെ വാൽവാധാരം, മക്കളുടെ ലൈഫ് എല്ലാം പോകാറുണ്ട്. രാജ്യക്കാരൻ ഏത് പണിയാണ് അവിടെ ചെയ്യാറുണ്ടാണ്. ജസ്റ്റ് സിറ്റിംഗ് ഇൻ ദിസ് രാജ്യസഭയെന്നോ രാജ്ഭവനിലെയാണ് ഇരിക്കുന്നത്. ഇത് ഒന്നും കുഴപ്പമില്ല. ഇത് ഇന്ത്യ മുഴുക്കുന്ന എല്ലാ രാജ്യക്കാരും അവരുടെ മാநில സർക്കാരാണ് ഇതുപോലെയാണ് പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. മസ്റ്റ് സ്റ്റോപ്പ് ഓൾ ലാൻഡ് സ്ലൈഡിങ് ഇൻ ദ കേരള ഇമ്മീഡിയറ്റ്ലി ഇൻ എവരിവെയർ ഓൾ ഡിസ്ട്രിക്ട്സ്. പത്തനംതിട്ട district and Wayanad and Malappuram, in anywhere else wherever the possibilities of landslide is there, must be stopped immediately. The state governments should be take according the actions on to prevent the landslides. The water should be given the proper way to reach the river beds and to the affect livelihoods and the assets of the Kerala peoples. Must take the governments to take immediate actions and to prevent the landslides in future also. In India, everywhere the landslides should be happening in West Bengal, Assam, and there in wherever the natural resources was tipped by the powerful peoples in Kerala also. That is the problem. This is a very dangerous sign. It's an insect sign. It's going to dangerous, turn us dangerous. One village is going to lie down. Tomorrow, the big cities are going to affect by this landslides. So the Kerala government must take actions to prevent the cutting the trees and illegally, and also prevent the illegal
encroachments and illegal constructions in their landsliding possibilities areas. So must, and also the infrastructure developments will be must taken in the concern of the landslide also. Thank you. This is watch this video. ഇതുപോലെ പബ്ലിക് പാനിക്കായിട്ട് വേടിക്ക് பார்க்கണ എവിടെ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകണം. കേന്ദ്ര സർക്കാർ ഇതൊന്നും ആലോചിക്കാതില്ല. എവിടെയാണ് ഇവിടെ പ്രശ്നം ഉണ്ടായിരിക്കണം, ഇവിടെ ക്ലൗഡുകൾ ഇരിക്കണം, ഇവിടെ റെയിൻഫാൾ ഇവിടെ ഉണ്ടാകണം, ഇവിടെയാണോ ആ റെയിൻ എക്കുന്ന പ്രശ്നം ഉണ്ടാക്കാറുണ്ട്, ഈ റീജിയനിലാണോ അല്ലെ ഈ പ്രാന്ത്യത്തിലാണോ, ഇതെല്ലാം കേന്ദ്ര സർക്കാർ നോക്കാറൊന്നുമില്ലല്ലോ. ഫോർകാസ്റ്റ് കുറിച്ചാണോ, റെയിൻ ഫോർകാസ്റ്റ് കുറിച്ചാണോ, മഴ കുറിച്ചാണോ, ഇതൊന്നും ആരും നോക്കി അത് ബേസ് പണി they give some remedies and also to take precautions measures to prevent the landslides and also the people's lives also. Thank you.